അഭയക്കേസിൽ കഴിഞ്ഞ 32 വർഷക്കാലമായി നിയമ പോരാട്ടം നടത്തിയ ഒരു വ്യക്തി എന്ന നിലയിൽ, അതിൻ്റെ ആക്ഷൻ കമ്മിറ്റി കൺവീനർ എന്ന നിലയിൽ ഒരുപാട് നിയമ പോരാട്ടം നടത്തിയ എനിക്ക് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. പല വിധത്തിലുള്ള പോരാട്ടങ്ങൾ പറയേണ്ടി വന്നു. ആ നിലയിൽ ആ കേസിനെക്കുറിച്ച് ചുരുക്കി തന്നെ പറയാം. 92 മാർച്ച് 27 അഭയ കൊല്ലപ്പെട്ടതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ അന്നത്തെ കോട്ടയം മുനിസിപ്പൽ ചെയർമാൻ ശ്രീ പി സി ചെറുമടുക്കാനി ഉൾപ്പെടെ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രസിഡൻറ്റും ഞാൻ കൺവീനറായും അവിടുത്തെ MLA ആയിരുന്ന ടി കെ രാമകൃഷ്ണൻ, MP ആയിരുന്ന രമേശചന്ദ്രൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ബന്ധപ്പെട്ടവരെല്ലാം നടത്തിയ ആക്ഷൻ കൗൺസിലാണ് നിരന്തരം നിയമപോരാട്ടം നടത്തി CBIക്ക് അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരന് നിവേദനം കൊടുത്ത് CBIക്ക് വിടുകയും CBI 3 പ്രാവശ്യം അന്വേഷണം അവസാനിപ്പിച്ച് സ്വാധീനങ്ങൾ വഴങ്ങി അവസാനിപ്പിച്ച ശേഷം ഒടുവിൽ 2008 നവംബർ 19 3 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കുറ്റപത്രം കൊടുക്കുകയും പ്രതികളെ 2000 ഡിസംബർ 23 ഇരട്ട ജീവപര്യന്തം ഫാദർ തോമസ് കോട്ടൂരിനും സിസ്റ്റർ സെഫിക്കും ജീവപര്യന്തമായി ശിക്ഷിച്ചിരുന്നു. ഒരു പ്രതിയെ വിചാരണ കൂടാതെ വിട്ടതിനെതിരെയുള്ള ജോസ് പുത്രക്കിനെ വിട്ടതിനെതിരെയുള്ള സംഭവവും ഇതിൻ്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് സമയത്തിൻ്റെ അനുസരിച്ച്. അതിനുശേഷം പ്രതികളെ ശിക്ഷിച്ചതിന് ശേഷം ഇന്ത്യ ചരിത്രത്തിൽ ഇതുപോലൊരു പോരാട്ടം നടത്തിയിട്ടില്ല. ഞാൻ എൻ്റെ ഈ നിയമ പോരാട്ടത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള എൻ്റെ ആത്മകഥയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദൈവത്തിൻ്റെ സ്വന്തം വക്കീലിൻ്റെ ആമുഖത്തിൽ തുടങ്ങുന്നത് ഈ കേസിൻ്റെ പോരാട്ടത്തിൻ്റെ വലിപ്പം എങ്ങനെയാണെന്നുള്ളത് സൂചന തന്നെ കൊടുക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ കോടതി, ഇതേപോലെ തന്നെ CBI കോടതി തിരുവനന്തപുരത്തിൽ കൊലപ്പെടുത്തിയ കേസിൽ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് ആ വധശിക്ഷ മദ്രാസ് ഹൈക്കോടതി ശരിവെക്കുകയും സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തിട്ട് വധശിക്ഷ നടപ്പിലാക്കാതെ 10 വർഷക്കാലം നീണ്ടുപോയപ്പോൾ വധശിക്ഷ ജീവപര്യന്തമാക്കി മാറ്റി പ്രതികൾ 30 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് അവരെ വെറുതെ വിട്ട, ശിക്ഷ കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞിട്ട് ശിക്ഷ കഴിഞ്ഞ് പ്രതികളെ വിട്ട ഒരു രാജ്യത്താണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിക്ക് നീതി ലഭിക്കുവാൻ വേണ്ടി ഒരു ചെറുവിരലനക്കാൻ പോലും കഴിയാത്ത രാജ്യത്താണ്, നീതി കിട്ടാത്ത രാജ്യത്താണ് പാവപ്പെട്ടൊരു കന്യാസ്ത്രീയുടെ കാര്യത്തിൽ ഇത്രയും നിയമപോരാട്ടം നടത്തുവാൻ, ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാനും കഴിഞ്ഞത് എന്ന് ഞാൻ എൻ്റെ പുസ്തകത്തിലെ ആമുഖത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ആ രാജീവ് ഗാന്ധിയുടെ ഭാര്യ തന്നെ ശ്രീമതി സോണിയാഗാന്ധി തന്നെ UP അധ്യക്ഷനായി ഇരിക്കെ കോൺഗ്രസ് ഗവൺമെൻറ് മൻമോഹൻ സിംഗ് ഗവൺമെൻറ്, ഒന്നാം മൻമോഹൻ സിംഗ് സർക്കാരും രണ്ടാം സർക്കാരും ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാഷ്ട്രപതിയുടെ ദയാഹർജിയിൽ, പ്രതിഭാ പട്ടേൽ എന്ന് പറഞ്ഞ രാഷ്ട്രപതിയുടെ ദയാഹർജിയിൽ തീരുമാനം എടുക്കാതെ വെച്ചുപോയത്. അപ്പം രാജീവ് ഗാന്ധിക്ക് വേണ്ടി ഒരു ചെറുവിരലനക്കാനോ ആ കേസിൽ നീതി ലഭിക്കുവാനോ വേണ്ടി ആരും പ്രവർത്തിച്ചില്ല എന്ന ഒരു രാജ്യത്താണ് ഇതുപോലുള്ള കാര്യത്തിൽ എന്നെപ്പോലെ വെറും 6ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരാൾ അണ്ണാൻ കുഞ്ഞിനും തന്നാനാകുന്ന പോലെയുള്ള പോരാട്ടം നടത്തും. ഇതിനുശേഷം ഈ പ്രതികളെ ശിക്ഷിച്ചതിന് ശേഷം സുപ്രീം കോടതിയിൽ കൊറോണ കാലത്ത് 2021 കൃത്യം പറഞ്ഞാൽ മെയ് 7 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രമണയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് കൊറോണ കാലത്ത് പ്രതികളെ, അതായത് സംസ്ഥാനത്തെ ഹൈപ്പവർ കമ്മിറ്റി, ജയിൽ ഹൈപ്പവർ കമ്മിറ്റി തീരുമാനമെടുത്ത് അവരെല്ലാം വീട്ടിലേക്ക് വിടുവാൻ 90 ദിവസം പരോൾ കൊടുക്കുവാൻ ഉത്തരവിട്ടു. ആ കൂടെ എന്താ പറയുക, 5 മാസം പോലും തികച്ച് കിടക്കാത്ത അഭയക്കേസിലെ പ്രതികളെയും വിട്ടു. 7 തീയതി പറഞ്ഞു, 8 തീയതി വിട്ട് കഴിയും. അപ്പോൾ ഞാൻ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനോട് ചോദിച്ചു, അത് സുപ്രീം കോടതി ഉത്തരവിട്ടെന്ന്. അപ്പോൾ എടുത്ത് നോക്കുമ്പോഴാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു ഉത്തരവേ ഇട്ടിട്ടില്ല. സുപ്രീം കോടതി ഇട്ടിട്ട ഉത്തരവ് 10 വർഷത്തിൽ താഴെ ശിക്ഷ അനുഭവിക്കുന്ന പ്രതികളെ
ഈ കൊറോണ കാലത്ത് ഐപവർ കമ്മിറ്റി പരിശോധിച്ച് അവർക്ക് 90 ദിവസം പരോട് കൊടുക്കണം. ഇത് ജീവപര്യന്തം ശിക്ഷിച്ച പ്രതിക്ക് എങ്ങനെ പറ്റും? ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ച പ്രതിക്ക് എങ്ങനെ പറ്റും? അപ്പോൾ ഞാൻ അന്നത്തെ ഐപവർ കമ്മിറ്റി ചെയർമാൻ, ജയിൽ ഐപവർ കമ്മിറ്റി ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജി CT രവികുമാറാണ്. അദ്ദേഹം ഇപ്പം സുപ്രീം കോടതി ജഡ്ജിയാണ്. അദ്ദേഹത്തിന് ഞാൻ കത്തയച്ചു, പരാതി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി തന്നെ ജില്ലാ ജഡ്ജിയാണ്. അദ്ദേഹം ആദ്യം എന്നെ ഫോണിൽ വിളിച്ചു, പിന്നീട് മറുപടി തന്നു. ഞങ്ങളിങ്ങനൊരു തീരുമാനമേ എടുത്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളുടെ തീരുമാനമില്ല. അത് ഇവർക്ക് പരോൾ കൊടുത്തത് ഞങ്ങളല്ല, അങ്ങനെ ഒരു ഉത്തരവ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവരുണ്ടെന്നാണോ സർക്കാരിൻ്റെ ഓർഡറിൽ പറയുന്നത്? അന്നത്തെ ജയിൽ DGPയും പറഞ്ഞു. അപ്പം ഞാൻ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു, ഇതിനെ ചോദ്യം ചെയ്തു. ഹർജി കൊടുത്തപ്പോൾ കൊറോണ കാലമാണ്. എനിക്ക് വേണ്ടി ഹാജരായ വക്കീൽ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയുകയോ രേഖകൾ ഹാജരാക്കുകയോ ചെയ്തില്ല. അപ്പം അതിനകത്ത് സ്റ്റേ ചെയ്യണമെന്ന് പറയുന്നത് എന്താ പറയുക, 1500 പേരെ പരോളും അനുവദിച്ച് അത് സ്റ്റേ ചെയ്യണം ആ ഉത്തരവ്. മറിച്ച് ഈ കേസിൽ, എൻ്റെ കേസിൽ പ്രതിയായിട്ടുള്ള പ്രതിയെ വിട്ടുകൊണ്ടുള്ള ഉത്തരവല്ലേ സ്റ്റേ ചെയ്യേണ്ടത്? അത് പറഞ്ഞിട്ടില്ല. അവൻ കോടതിയിൽ പറയേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അവൻ നോട്ടീസ് അയച്ച് എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇതിലെ പ്രതിയുടെ കക്ഷിയാക്കിയാൽ സ്വാഭാവികമായിട്ട് അയാൾ ഏറ്റവും വലിയ വക്കീൽ വന്ന് ഹാജരായി എന്നെ ചെയ്ത് വിളിക്കും, കാര്യങ്ങൾ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കും. അതുകൊണ്ട് അയാളെ ആക്കേണ്ട സർക്കാരിനെ ആക്കിയാൽ പോരെ എന്ന് പറഞ്ഞതാണ്. കേട്ടില്ല. ചുരുക്കത്തിൽ അവരൊന്ന് മറുപടി കൊടുത്തു. അപ്പം അതിനിടയിൽ ഈ കേസ് നോട്ടീസ് ഓർഡറായി തീരുമാനമൊന്നും ആയില്ല. ഞാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി സുപ്രീം കോടതി ഉത്തരവ് ദുർവ്യാഖ്യാനം നടത്തി മിസ്ലീഡ് ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ച് ഐപവർ കമ്മിറ്റി ഇങ്ങനൊരു തീരുമാനമില്ല എന്നുള്ളത് നിയമസഭ ഓഫീസിൽ വെച്ച് കണ്ടു. അദ്ദേഹം അത് ക്യാൻസൽ ചെയ്തുകൊണ്ട് തിരിച്ച് കയറാൻ, പരോള് ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ഓർഡർ ഇട്ടു അപ്പം തന്നെ. അപ്പം വന്നിട്ട് ഞാൻ ഹൈക്കോടതിയിൽ ചെന്നു. അപ്പോഴാണ് ഹൈക്കോടതിയിൽ പ്രതികൾ തന്നെ കേസ് പോസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് മെമ്മോ കൊടുത്ത് വരുത്തിച്ചിട്ട് എനിക്കെതിരെ, അതായത് അഭയ കേസിലെ പ്രതികളെ ഇത്രയും വർഷം, അന്ന് 28 വർഷക്കാലം പോരാട്ടം നടത്തിയ ആ വിധി വന്ന ഉത്തരവിൻ്റെ അല്ലെങ്കിൽ വിധിയുടെ ജഡ്ജ്മെൻ്റ് മഷിപ്പുറപ്പ് അല്ലെങ്കിൽ ഒപ്പിട്ട ജഡ്ജ്മെൻ്റ് മഷിപ്പുറപ്പ് ഉണങ്ങുന്നതിന് മുമ്പാണ്, 6 മാസം പോലും അല്ലെങ്കിൽ 5 മാസം പോലും തികഞ്ഞതിന് മുമ്പ് ഈ ലോകം മുഴുവൻ ആ വിധിയെ അതിനുവേണ്ടി പോരാട്ടം നടത്തിയ വ്യക്തി എന്ന നിലയിൽ, അപ്പം ആന്ധ്രയിൽ നിന്ന് പോലും YSRൻ്റെ അനിയൻ വിവേകാനന്ദ റെഡ്ഡി, മുൻ മന്ത്രി, ആന്ധ്രയിലെ മന്ത്രി, അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ കേസിൽ പോലും അദ്ദേഹത്തിൻ്റെ ഏക മകൾ ഡോക്ടർ സുനിന്ദ റെഡ്ഡി എന്നെ കാണാൻ ഇവിടെ തിരുവനന്തപുരത്ത് വന്നു ഈ നിയമപ്രശ്നം ചർച്ചയിൽ. അപ്പം അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും പോരാട്ടം നടത്തിയ ഒരാളെന്ന നിലയിൽ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കോടതിയിൽ വന്ന എന്നെ, ഞാൻ വക്കീലിനെ മാറ്റിയിട്ട് നേരിട്ട് വാദി. അപ്പോൾ അതിന് മുമ്പ് തന്നെ, ഞാൻ വരുന്നതിന് മുമ്പ് എൻ്റെ വക്കീലിനോട് പറയാണ്, ഈ കേസ് കൊടുത്ത പെറ്റീഷർ, അതായത് പരോള് കൊടുത്തത് നിയമവിരുദ്ധമാണെന്ന് ഞാൻ ചൊല്ലു. അത് സർക്കാരിൻ്റെ വിവേചനാധികാരത്തിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ അനാവശ്യ കേസ് കൊടുത്ത പെറ്റീഷർക്കെതിരെ 20 ലക്ഷം രൂപ ഞാൻ കോസ്റ്റ് അടിക്കും എന്ന് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ജഡ്ജി പറഞ്ഞു. അദ്ദേഹം ഇപ്പം പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ്. അപ്പം അത് പറയാനുള്ള ധൈര്യം, അത് നിയമ സംവിധാനത്തിൽ അപ്പം ജുഡീഷ്യറിയിൽ ഇരിക്കുന്ന ചില ജഡ്ജിമാരുടെ നീതി നിഷേധത്തെക്കുറിച്ചും നിയമ പോരാട്ടങ്ങളെക്കുറിച്ചൊക്കെ പറയാതിരിക്കാൻ വയ്യ, അത് പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണം. അപ്പോഴേ ഞാൻ ചെന്നു, ഞാൻ തന്നെ ഹാജരായി. അപ്പോൾ എന്നെക്കൊണ്ട് പറയാൻ സമ്മതിക്കുന്നില്ല. അപ്പം ഞാൻ നേരിട്ട് പാർട്ടിയും പേഴ്സണലായിട്ട് പെറ്റീഷൻ ഇട്ട് നേരിട്ട് ചെയ്യുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നെക്കൊണ്ട് പറയാൻ സമ്മതിക്കുകയില്ല, കൂടുതൽ വാദിച്ചാൽ കോസ്റ്റ് അടിക്കും, ഭീമമായ കോസ്റ്റ് അടിക്കും, എൻ്റെ പുസ്തകത്തിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഭാഗം കോടതി കേട്ടിട്ടില്ല, നിങ്ങൾ പിൻവലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കോസ്റ്റ് അടിക്കും. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കുള്ള കാര്യം ഇവിടെ എൻ്റെ വക്കീൽ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടില്ല, ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എൻ്റെ ഭാഗം കേൾക്കാതെ എനിക്കെന്ത് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് കോടതി തീരുമാനിച്ചു. അപ്പം വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞു. വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ സർക്കാരിൻ്റെ വിവേചന അധികാരത്തിൽ പരോട് കൊടുക്കുന്നത് ഞാൻ എതിർത്തിട്ടില്ല, ഞാൻ അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. മറിച്ച് ഇവിടെ സർക്കാർ ഈ പ്രതിക്ക്, 1-ാം പ്രതി കോട്ടൂരിനും
മൂന്നാം പ്രതി സെബിക്കും 90 ദിവസം പരോൾ അനുവദിച്ചത് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം, ജയിൽ ഹൈ പവർ കമ്മിറ്റിയുടെ ഉത്തരവ് പ്രകാരം ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് പ്രകാരം പരോൾ അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ഹൈ പവർ കമ്മിറ്റി ഈ 2 പ്രതികൾക്ക് പരോൾ അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ കത്ത് ഹാജരാക്കിയിട്ടുണ്ട്, എക്സിബിറ്റ്. അപ്പോൾ അത് വായിച്ചു. അപ്പം ഞാൻ സർക്കാരിൻ്റെ പരോൾ കൊടുത്തതിനെക്കുറിച്ചല്ല ചോദ്യം ചെയ്തത്. അത് പരോൾ കൊടുത്തുനിന്ന് വ്യാജേന നിയമവിരുദ്ധമായി പരോൾ കൊടുത്തതിനെക്കുറിച്ചാണ്. അപ്പം ജഡ്ജി നേരെ തിരിഞ്ഞു. അപ്പം നിങ്ങളിങ്ങനെയൊക്കെ ഓർഡർ എഴുതിയാൽ പ്രതികൾക്ക് പരോൾ കൊടുത്താൽ പിന്നെ അദ്ദേഹം ഇവിടെ വന്ന് ഹർജി കൊണ്ടുവരുന്നതിന് എന്തെങ്കിലും അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു, അങ്ങ് തന്നെ കോടതി തന്നെ അല്പം ഞാൻ പിൻവലിക്കേണ്ട കാര്യമില്ല. എൻ്റെ പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്ന പ്രതികൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ തിരിച്ചു കയറി. ഒരാൾ മറ്റേ അട്ടക്കുളങ്ങര ജയിലിലാണ്, വനിതാ ജയിലിൽ. അപ്പോൾ അതുകൊണ്ട് കോടതി തന്നെ തീരുമാനിച്ചു, തീർപ്പാക്കിക്കൂ. ഞാനിതിനെ പിൻവലിക്കുന്നതെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു, നെഞ്ച് വിരിച്ച് തന്നെ ചോദിച്ചു. അപ്പോൾ ആദ്യമൊക്കെ ഒന്ന് വിരട്ടി നോക്കി, പക്ഷേ പുള്ളിക്ക് കാര്യം മനസ്സിലായി ജഡ്ജിന്. അപ്പോൾ തീർപ്പാക്കിക്കൊണ്ട് ഉത്തരവിട്ടു. അപ്പം 20 ലക്ഷം രൂപ ഇത്രയും പോരാട്ടം നടത്തി എന്നെ കോസ്റ്റടിക്കുമെന്ന് പറയുന്ന ആ ജഡ്ജിയുടെ നീതിബോധം എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം ഞാൻ കഴിഞ്ഞ് അദ്ദേഹത്തെ ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിട്ട് ശുപാർശ ചെയ്ത് സുപ്രീം കോടതി കൊളീജിയം. അപ്പോൾ അവിടെ ശുപാർശ ചെയ്ത് അയച്ചു. കേന്ദ്ര സർക്കാർ ആ ശുപാർശ തള്ളിക്കളഞ്ഞു. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ചീഫ് ജസ്റ്റിസായിട്ട് അദ്ദേഹത്തെ ശുപാർശ ചെയ്തു ഈ വിനോദീന്ദ്രൻ ജസ്റ്റിസ്. അവസാനം കേന്ദ്ര സർക്കാർ തള്ളി ഇങ്ങനെ പോയി. ഒടുവിൽ പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിട്ട് ഒടുവിൽ ഗതികെട്ട് അവിടെ വെച്ചു. അപ്പോൾ അദ്ദേഹമാണ് 2022 ജൂൺ 22-ാം തീയതി അഭയക്കെതിരെ പ്രതികൾക്ക് ജാമ്യം കൊടുത്തിട്ടാണ് അദ്ദേഹം ചീഫ് ജസ്റ്റിസായിട്ട്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിട്ട്, ഇവിടുത്തെ സീനിയർ ജഡ്ജിയായിരുന്ന ആൾ വിധി പറഞ്ഞിട്ട് പോയത്. ആ വിധി എന്താണ്? അതൊന്നും ഞാനീ പറഞ്ഞ കാര്യങ്ങളൊന്നും 20 ലക്ഷം രൂപ കോസ്റ്റടിക്കും എന്നൊക്കെ പറഞ്ഞ വിവരം ഒരു പത്രത്തിലും ചാനലിലും വന്നിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. അവർക്കാർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടാൻ നേരെയില്ലല്ലോ, വേറെ കാര്യങ്ങളാണല്ലോ മാധ്യമങ്ങൾ ഇടുന്നത്. അപ്പം മാധ്യമങ്ങൾ വരുമോ വരായിരിക്കുകയായിട്ട് ഞാൻ പറയാനുള്ള എൻ്റെ പുസ്തകത്തിലും അല്ലാതെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പം ആ കേസിൽ ജാമ്യം കൊടുത്തത് എന്താണ്? സാധാരണ അപ്പീൽ ഫയൽ ചെയ്താൽ അതിൻ്റെ ആദ്യം ഫയൽ ചെയ്ത ആരാണോ ആ ആളുടെ കേസ് കേട്ടിട്ട് ഓർഡർ അനുസരിച്ചേ ഉള്ളത്. സുപ്രീം കോടതി ഹൈക്കോടതിയും വിധിയുണ്ട്. ഈ കേസിൽ സാധാരണ ഒരു കേസിലെ ശിക്ഷിച്ചാൽ ഇതുപോലെ കേസിൽ 8 വർഷം എടുക്കും ഹൈക്കോടതിയിൽ അപ്പീൽ കേൾക്കണമെങ്കിൽ. ഇത് നേരെ അന്ന് 2022 എന്ന് പറഞ്ഞാൽ 2022 പറയുമ്പോൾ 1 വർഷമേ ആയിട്ടുള്ളൂ. 8 വർഷമെങ്കിലും എടുക്കും. അപ്പം ഇത് പോകുന്നതുകൊണ്ട് ഓർഡർ തെറ്റിച്ചെടുക്കുന്നു. എടുക്കത്ത ആട്ടെ CBIക്ക് വേണ്ടി ഹാജരായത് തെലങ്കാനയിൽ നിന്ന് വന്ന ഒരു സ്റ്റാൻഡിംഗ് കൗൺസിൽ. പുള്ളിക്ക് കോടാലി ഏതാ വെട്ടുകത്തി ഏതാ ഒന്നും അറിയത്തില്ല. ഒരു രേഖയും CBI കോടതിയിൽ നിന്നും വിചാരണ കോടതിയിൽ നിന്നും വിളിച്ച് രേഖ വരുത്താതെയാണ് വാദം കേട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കും. അപ്പം അദ്ദേഹത്തോടൊന്നും ചോദിച്ചിട്ട് അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. CBIയോടെ ഒത്തുകളിച്ച് ജാമ്യം കൊടുത്തു. ഈ ജാമ്യം കൊടുത്തത് നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്, നടപടിക്രമം തെറ്റിച്ചാണ്. അദ്ദേഹത്തിന് എൻ്റെ അങ്ങോട്ട് പോകണമല്ലോ, ഏത് ഇവിടെ വിധി പറഞ്ഞിട്ട് പോകണമല്ലോ, നല്ല അത് കഴിയുമ്പോൾ വേറെ ആളുകളില്ല. അപ്പം ആ വിധി പറഞ്ഞ ഓർഡർ തെറ്റിച്ച് നിയമവിരുദ്ധമായി പറഞ്ഞ ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് ഇപ്പം ഞാനിന്ന് കോടതിയിലുണ്ട്. CBIയുടെ അഭിഭാഷകനെ കൊണ്ട് പറയിപ്പിക്കാനൊന്നും സമ്മതിക്കാം. CBIയുടെ ആ കേസ് അന്വേഷിച്ച് SP ഉണ്ട്. SP പറയുമ്പോൾ നിങ്ങളൊന്നും മറുപടി പറയണ്ട, വക്കീൽ പറഞ്ഞു. വക്കീലിന് മലയാളം അറിയത്തില്ല. മലയാളം അല്ല കോടതി പറഞ്ഞത്, പക്ഷേ മലയാളത്തിലുള്ള കേസാണല്ലോ. അപ്പോൾ ഈ തെലങ്കാനയിലെ അസിസ്റ്റൻറ്റ് സോളിസിറ്റർ ജനറൽ ഇവിടെ ഈ കേസ് വാദിക്കണമെന്ന് നിലവിൽ കേരള ഹൈക്കോടതിയിലുള്ള CBIയുടെ ചുമതലയുള്ള ആൾ മുങ്ങി. പുള്ളി വന്നില്ല. പുള്ളി ഇപ്പോൾ ഹൈക്കോടതിയിൽ ജഡ്ജിയാണ്, S മനോജ്. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ജഡ്ജി ആകണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അത് സാധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇതിന് നിൽക്കാതെ സീനിയർ ജഡ്ജിയാണ് ഈ പറഞ്ഞൊക്കെ കേൾക്കുന്നത്. അദ്ദേഹം ഉൾപ്പെടുന്ന കൊളീജിയമാണ് ശുപാർശ ചെയ്യേണ്ടത്, S മനോജ് എന്ന് പറയും. അപ്പം അദ്ദേഹം ഇപ്പം ജഡ്ജിയായി ഇപ്പോൾ ഈയിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തെലങ്കാനയിൽ നിന്ന് ഈ വക്കീലിനെ കൊണ്ടുവന്ന ആരാണ്? ഈ പ്രതികളുടെ സ്വാധീനമാണെന്ന് സംശയിച്ച് കുറ്റപ്പെടുത്താൻ പറ്റുമോ? അപ്പോൾ ആ വന്ന് ഒരു കഴിവില്ലാതെ നിയമവിരുദ്ധമായി ഒരു മെറിറ്റിലേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് കേസിൻ്റെ മെറിറ്റ് പറയുകയും ചെയ്തു. അപ്പോൾ അതെങ്ങനെ പറയാൻ പറ്റും? തെറ്റല്ലേ?
ഒരാൾക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടോ എന്ന് പറയുന്ന കേസിൻ്റെ വിചാരണ കോടതിയുടെയോ അല്ലെങ്കിൽ അപ്പീൽ കോടതിയുടെയോ മെറിറ്റിലേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ മെറിറ്റിലോട്ട് പോയാൽ അത് ചോദ്യം ചെയ്യണ്ടേ? അപ്പോൾ സുപ്രീം കോടതിയിൽ ആ ജാമ്യം കൊടുത്ത് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രൈം മിനിസ്റ്റർക്കും CBI ഡയറക്ടർക്കെല്ലാം ഞാൻ പരാതി കൊടുത്തു. ആ പരാതി മേലെ പ്രൈം മിനിസ്റ്റർ ഓഫീസ് പ്രത്യേക ദൂതം വഴി അപ്പീൽ ഫയൽ ചെയ്യുവാൻ, സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുവാൻ ഉത്തരവിട്ട് എൻ്റെ കോപ്പി എനിക്ക് അയച്ചു തന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ വീണ്ടും സ്വാധീനിച്ച് നിയമവകുപ്പ് മന്ത്രിയുടെ അവിടെ നിയമോപദേശം തേടി ഇത് അപ്പീൽ ഫയൽ ചെയ്യേണ്ടെന്ന് തീരുമാനമെടുത്ത് ഇത് ഒതുക്കി വെച്ചു. അപ്പീൽ ഫയൽ ചെയ്തിട്ടില്ല. അതാണ് അവസ്ഥ. അപ്പം ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഈ ജുഡീഷ്യറിയിൽ നടക്കുന്ന പുഴുക്കുത്തുകളും നീതി നിഷേധങ്ങളെക്കുറിച്ചും പറയാതെ വയ്യ. മാധ്യമങ്ങളിലുള്ള ചില മാധ്യമങ്ങളും വിമർശനത്തിന് അധീരല്ല എന്ന് പറയാതിരിക്കുവാൻ വയ്യ. അപ്പോൾ ഇവിടെ പണവും സ്വാധീനവും അധികാരവും ഉണ്ടെങ്കിൽ ഏത് നിലയിലും കാര്യങ്ങൾ പോകും. അപ്പോൾ അവിടെ സുപ്രീം കോടതിയിലൊരു കേസിനിപ്പം നിങ്ങളിപ്പോൾ ഈ അടുത്ത കാലത്ത് പറയുമ്പോൾ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കുന്ന ആളുകളെന്ന നിലയിൽ സിദ്ദിഖിൻ്റെ കേസ് അവിടെ വന്നപ്പം മോറിൽ ഊത്തിക്കുകയാണ് അതിന് വേണ്ടി ഹാജരായത്. 3 പ്രാവശ്യം ഹാജരായതിന് തന്നെ ഒരു 75 ലക്ഷം രൂപകളായി. അപ്പം ഞാൻ എൻ്റെ ഈ കേസിൽ 2ാം പ്രതിയെ വിചാരണ കൂടാതെ വിട്ടതിനെതിരെ സുപ്രീം കോടതിയിൽ പോകുമ്പോൾ എനിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ നിന്ന് രാജിവെച്ച് പോയി സുപ്രീം കോടതിയിൽ രാജിവെച്ച് ജഡ്ജിയായിരുന്ന ആൾ രാജിവെച്ച് പോയ ജസ്റ്റിസ് B. ഗിരിയാണ് സുപ്രീം കോടതിയിൽ സീനിയർ ലോയറായിട്ടാണ്. പുള്ളി വാദിച്ചപ്പോൾ 2 ലക്ഷമാണ് എടുത്തു കൊടുത്തത്. പുള്ളിക്ക് ക്രിമിനൽ സൈഡ് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് അവിടെ ഇത് പറ്റി. അപ്പം ആ കേസിന് തുടക്കം തന്നെ പറയാം, വിചാരണ കൂടാതെ വിട്ടതിനെതിരെ ഹൈക്കോടതിയിൽ ഞാൻ ജോസ് പുത്രക്കെ പ്രതിയാക്കി അപ്പീൽ ഞാൻ കൊടുത്തപ്പോൾ, വിട്ടതിനെതിരെ ഉത്തരവിന് CBI കോടതി ഉത്തരവിനെതിരെ കൊടുത്തപ്പോൾ എൻ്റെ കേസ് പരിഗണിച്ച് വാദം മണിക്കൂറുകളോളം 13 മണിക്കൂറുകളോളം കേട്ടിട്ട് ജസ്റ്റിസ് സുനിൽ തോമസാണ്. അപ്പം CBI അതുപോലെ തന്നെ അപ്പീൽ ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ ഫയൽ ചെയ്തില്ല. അവർ ഫയൽ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ പരാതിക്കാരൻ നിലയിൽ കൊടുത്തത്. അപ്പോൾ എൻ്റെ പരാതി മേൽ തീരുമാനമെടുത്തത് ജസ്റ്റിസ് സുനിൽ തോമസ് പറഞ്ഞ് CBI ആണ് അപ്പീൽ ഫയൽ ചെയ്യേണ്ടത്, CBI ഫയൽ ചെയ്തില്ല, അതുകൊണ്ട് എന്നെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ CBI എന്ത് ചെയ്തു? CBI ഫയൽ ചെയ്തപ്പോൾ എൻ്റെ കേസ് തള്ളിയതുകൊണ്ട് ജസ്റ്റിസ് സുനിൽ തോമസിൻ്റെ ബെഞ്ചിൽ ഇന്ന സോയൻസോ നമ്പർ തള്ളിയതുകൊണ്ട് അലക്സാണ്ടർ തോമസിൻ്റെ ബെഞ്ചിലാണ് പിന്നെ ക്രിമിനൽ റിവിഷൻ പെറ്റീഷൻ വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ജഡ്ജിമാർ പരിഗണിക്കുന്ന പരിഗണനാ വിഷയം. അവൻ CBI പർപ്പസായിട്ട് ഇത് ഈ സുനിൽ തോമസിൻ്റെ ബെഞ്ചിൽ വാദം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഫയൽ ചെയ്തത്. അവൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിൻ്റെ അവിടെ വന്നു. അവിടെ കേസ് വന്ന് അപ്പീൽ ഫയലിൻ്റെ ഡിലേ കണ്ടോം ചെയ്തെല്ലാം വന്നു. ചുരുക്കത്തിലങ്ങ് പറയാം, കേസ് കോടതിയിൽ വന്നതിന് ശേഷം ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിൻ്റെ അവിടെ പ്രതിഭാഗം വക്കീൽ പറഞ്ഞു, ഈ സെയിം കേസ് ഇന്ന് സോയൻസോ കേസ് ജസ്റ്റിസ് സുനിൽ തോമസിൻ്റെ അവിടെ തള്ളി ജഡ്ജ്മെൻറ്റാണിത്. അപ്പോൾ എൻ്റെ കേസ് തള്ളിയത് കൊണ്ട് ജോമോൻ പുത്തമ്പഴക്കലിൻ്റെ ഹർജി തള്ളിയത് കൊണ്ട് CBIയുടെ ഹർജി തള്ളും. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല നിയമമല്ലേ? നല്ല നീതിയല്ലേ? നിയമബോധമല്ലേ? അപ്പം എൻ്റെ ഹർജി തള്ളുന്നത് എന്തിനാണ്? CBI ഫയൽ ചെയ്യാത്തതുകൊണ്ട് CBIയുടെ ഫയൽ ചെയ്യാത്തതുകൊണ്ട് അവരാണ് ഫയൽ ചെയ്യേണ്ടത്, അതുകൊണ്ട് എൻ്റെ തള്ളും. അപ്പം CBI ഫയൽ ചെയ്തപ്പം പറഞ്ഞു ജോമോൻ പുത്തമ്പഴക്കലിൻ്റെ ഹർജി തള്ളിയുകൊണ്ട് CBIയുടെയും തള്ളും. അപ്പോൾ എന്നിട്ട് സുപ്രീം കോടതി CBI പോകാൻ വേണ്ടി നോക്കി, അവർ ഫയൽ ചെയ്തില്ല. പക്ഷേ ഞാൻ കൊണ്ട് ഫയൽ ചെയ്തു. ഫയൽ ചെയ്തപ്പോൾ ജസ്റ്റിസ് ഗിരിയാണ് എനിക്ക് വേണ്ടി ഹാജർ സീനിയർ അഡ്വക്കേറ്റ്. 2 ലക്ഷം രൂപ എടുത്തു കൊടുത്തു. ഇപ്പം ഫീസ് കൊടുത്ത ഒറ്റ സിറ്റിങ്ങിന് ഹാജരായതാണ്. അപ്പോൾ അപ്പം തന്നെ ആ കേസ് കേട്ടതാരാ? ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി നിലവിലുള്ള സഞ്ജീവ് ഖന്ന എന്ന് പറയുന്ന ഇപ്പോഴത്തെ പ്രസൻറ്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. അവൻ ബെഞ്ചിൽ അവിടെ അധ്യക്ഷനായ അബ്ദുൽ നസീർ എന്ന് പറയും, അദ്ദേഹം ആണ് അധ്യക്ഷൻ. ആ കേസ് വാദത്തിന് വന്നപ്പോൾ വിചാരണ ഘട്ടത്തിൽ ഈ പറയുന്ന ജോസ് പുത്രയ്ക്കെതിരെ തെളിവ് കിട്ടുമ്പോൾ CBI കോടതി അയാളെ പ്രതി CRPC 319 പ്രകാരം വിചാരണ കോടതിയിൽ തെളിവ് കിട്ടുമ്പോൾ പ്രതിയാക്കാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വക്കീലിന് പിടികിട്ടിയില്ല. ഇത് വിചാരണ കോടതി കുറ്റത്തിനാക്കിയ ഒരാളെ അപ്പീലിലൂടെ പ്രതിയാക്കാൻ പറ്റുള്ളൂ. മറിച്ച് കുറ്റത്തിനാക്കാത്ത
പ്രതിയല്ലാത്ത ഒരാളെ തെളിവ് കിട്ടുമ്പോൾ CRPC 339 പ്രകാരം പ്രതിയല്ലാത്ത ഒരാളെയാണ് പുതുതായിട്ട് തെളിവ് കിട്ടുമ്പോൾ ആക്കാൻ പറ്റും. ആ വിവരം ഗിരിക്ക് അവിടെ പറയാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ ബ്രീഫിംഗ് നടത്തിയപ്പോഴൊന്നും പുള്ളിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, എനിക്ക് വലിയ പരിചയമൊന്നുമില്ലെന്ന് പുള്ളി ധരിച്ചത്. അപ്പം അവിടെ ഈ പറയുന്ന എഴുന്നേറ്റ് നിന്ന് ഒരു കാര്യം പറഞ്ഞാൽ മതി. എങ്ങനെയാണ്? ഒരു ഓർഡറിങ് തന്നാൽ മതി, ഇത് വിചാരണ കോടതി ഇത് തള്ളിയ കേസിലെ പ്രതിയാണ്, അതുകൊണ്ട് അതുകൊണ്ടാണ് അപ്പീലിലൂടെ വന്നത്, അതുകൊണ്ട് അവിടെ ഈ പ്രതിയെ പരിഗണിക്കുവാൻ നിർദ്ദേശം കൊടുത്തുകൊണ്ട് CBI കോടതിയിൽ ഉത്തരവ് വരാൻ പറഞ്ഞ് ചിലപ്പം കിട്ടിയാനായിരുന്നു. അതുപോലും പറഞ്ഞില്ല. അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ നടന്നാൽ എവിടെയെങ്കിലും തീരുകയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് അധ്യക്ഷനായ സുപ്രീം കോടതിയിൽ രണ്ടാം പ്രതിയെ വിചാരണ കൂടാതെ വിട്ടതിന്. അപ്പം ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് തന്നെ പറയുകയാണ്, പുള്ളി ഇത് ഫയലെല്ലാം വായിച്ചല്ലോ, മൊഴികളെല്ലാം വായിച്ചപ്പോൾ പെറ്റീഷണർ പെട്ടെന്ന് രണ്ടുപേരുടെ പ്രതികളുടെ വിചാരണ CBI കോടതി നടക്കുകയല്ലേ. അപ്പം പ്രോസിക്യൂഷൻ CBI സഹായിക്ക്, അല്ലെ ആ പ്രതികളോട് രക്ഷപ്പെട്ടു പോകും. 28 വർഷമായ കേസ് ഇനി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് പെറ്റീഷണർ തിരുവനന്തപുരത്ത് CBI കോടതിയിലോട്ട് പാഞ്ഞു പോകാനാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞു. അപ്പം അത് ഞാൻ പോകുന്നുണ്ടെന്ന് ജസ്റ്റിസ് B ഗിരി പറഞ്ഞു. അദ്ദേഹം വക്കീലാണ്. അപ്പം നമ്മളിവിടുത്തെ ജഡ്ജി ആയതുകൊണ്ടാണ് ജസ്റ്റിസ് B ഗിരി എന്ന് പറഞ്ഞത്. അപ്പോൾ ആ കേസിലെ അധ്യക്ഷനായിരുന്ന ആളാണ് അബ്ദുൽ നസീർ. ഇപ്പം ജ്ഞാനായ സഭയിലെ ജസ്റ്റിസ് റിയേക്ക് ജോസഫ് പ്രസിഡൻ്റായ ചെയർമാനായ കുന്നശ്ശേരി ബിഷപ്പിൻ്റെ ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനത്തിന് കഴിഞ്ഞ ഏപ്രിൽ 30 വന്നത്. ഞാൻ പത്രത്തിലും ഫേസ്ബുക്കിലൊക്കെ കൊടുത്തിരുന്നു. അതാണ് അദ്ദേഹം ആന്ധ്ര ഗവർണറായിരിക്കുകയാണ് ഇപ്പോൾ. സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്തു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം ബന്ധപ്പെടുന്നത്. കർണാടക ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായിട്ട് ജസ്റ്റിസ് റിയേക്ക് ജോസഫ് 3.5 വർഷക്കാലം ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ കർണാടകയിലെ ഹൈക്കോടതിയിലെ ജഡ്ജിയായി പ്രവർത്തിച്ച ആളാണ് ജസ്റ്റിസ് അബ്ദുൽ നസീർ. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം അപ്പോഴാണ് മനസ്സിലാകുന്നത് എങ്ങനെയുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനൊരു കേസ് കേട്ട് ഇങ്ങനൊരു പ്രതിയെ വിചാരണ കൂടാതെ വിട്ട കേസ് വിധി പറഞ്ഞ ആൾ അതേ പ്രതിക്കൂട്ട് നിൽക്കുന്ന സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യത്തിൽ പോകാമോ? അതൊന്നും അവർക്ക് വിഷയമല്ല. ആളുകളത് ചർച്ച ചെയ്തോ, അന്തിച്ചർച്ചയും നടത്തിയില്ല. അപ്പോൾ ആരാണ് ഈ ജസ്റ്റിസ് റിയേക്ക് ജോസഫ്? അദ്ദേഹം കൊല്ലപ്പെട്ട അന്ന് മുതൽ 1-ാം പ്രതി കോട്ടൂരിൻ്റെ സ്വന്തം അനിയൻ കെട്ടിയിരിക്കുന്നത് ജസ്റ്റിസ് റിയേക്ക് ജോസഫിൻ്റെ ഭാര്യയുടെ സ്വന്തം അനിയത്തിനെയാണ്. അപ്പോൾ നല്ല ബന്ധമല്ലേ. കർണാടകത്തിലിരുന്നപ്പോഴാണ് ബാംഗ്ലൂരിൽ പോയത്. ലാവിൽ പോയി പ്രതികൾക്കെല്ലാം ചോർത്തി കൊടുത്തത് കഥകളൊക്കെ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരു ജഡ്ജിയായി ഹൈക്കോടതിയിൽ വെച്ചാൽ, സുപ്രീം കോടതിയിലായാൽ, അല്ല ഹൈക്കോടതി കഴിഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജി ഇംപീച്ച്മെൻറ്റിലൂടെ പുറത്താക്കാൻ പറ്റുള്ളൂ. ഇപ്പം ആമുഖമായി പറയേണ്ട കാര്യമാണ് അത്. ഞാൻ ഇപ്പോൾ ഈ അവസരത്തിൽ പറയാണ്. 2001 ഡിസംബർ 23 അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് SP ബറൂച്ച പറഞ്ഞു, കൊല്ലത്ത് ദേശീയ ബാർ കൗൺസിലിൻ്റെ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് C കേശവൻ മെമ്മോറിയൽ ഹാളിൽ വെച്ച് പറഞ്ഞ കഥ എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. ഇന്ത്യയിലെ 20% ജഡ്ജിമാരാണ് അഴിമതിക്കാർ. 80% ജഡ്ജിമാർ സത്യസന്ധരും നല്ലവരുമാണ്. ഇവരെയൊക്കെ അഴിമതിക്കാരെ പിരിച്ചുവിടുന്നുണ്ട് ഞങ്ങൾ ജില്ലാ കോടതി മുതൽ താഴത്തേക്കുള്ളൂ. ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെയുള്ള ജഡ്ജിമാർ അഴിമതിക്കാരായിട്ട് വന്നാലും പിരിച്ചുവിടാൻ പറ്റുന്നില്ല. ഇംപീച്ച്മെൻറ്റേ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞിരുന്നത്. ഇപ്പോൾ 2021 കഴിഞ്ഞ് ഇപ്പം 13 വർഷമായി ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. അദ്ദേഹത്തിനിപ്പോൾ 6 മാസമേ ഉള്ളൂ. സഞ്ജീവ് ഖന്ന. എത്ര ജഡ്ജിമാർ ശതമാനം 20-ൽ മാറി 40 ആയോ എന്ന് പരിശോധിച്ചാൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സുപ്രീം കോടതിയിലൊക്കെ ഒരു കേസ് നടത്താൻ പറ്റുമോ? ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പം തന്നെ അരമണിക്കൂറായി. അപ്പോൾ അങ്ങനത്തെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പലതും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഏറ്റവും ഒടുവിൽ ഈ കേസിൽ കേസിൽ പ്രതി കോട്ടൂരിന് സംസ്ഥാന സർക്കാർ അദ്ദേഹം കോളേജ് പ്രൊഫസറായിരുന്നു, പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഈ കേസിലെ പ്രതിയെ ശിക്ഷിച്ചുകൊണ്ട് പെൻഷൻ തടഞ്ഞുകൊണ്ടൊരു ഉത്തരവിറക്കി സംസ്ഥാന സർക്കാർ. പെൻഷൻ കൊടുക്കുന്നില്ല.
ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പീൽ ഹൈക്കോടതിയിലുണ്ട്. ഹൈക്കോടതിയിലെ അപ്പീൽ എടുക്കണ 8 വർഷം എടുക്കും. ഇപ്പം 3 വർഷമായി, ഇനി 5 വർഷം കൂടെ എടുക്കും. അവിടെ കെട്ടിക്കിടക്കുകയാണല്ലോ. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ വാദിയായ ഞാനോ അല്ലെ പ്രതിയായ ആളുകളോ ഉണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ എന്നങ്ങനെ നോക്കിയിട്ടില്ലേ. അപ്പം കേൾക്കണോ വേണ്ടയോ എന്നുള്ളത് പ്രതിയെ ശിക്ഷിച്ചിരിക്കുകയാണ്. ശിക്ഷിച്ച പ്രതിയെ അപ്പീൽ കേട്ട് തീർപ്പാക്കേണ്ട ഉത്തരവാദിത്വം ആവശ്യം പ്രതിക്കാണ്, നമുക്കല്ല. അപ്പം ഒരു വ്യക്തി എന്ന നിലയിൽ ഇതിൽ കൂടുതലൊന്നും പോരാട്ടം നടത്താൻ പറ്റില്ല. അതുപോലെ തന്നെ വാദിയായി എന്നെ പ്രതിയാക്കിക്കൊണ്ട് 23 കാര്യങ്ങൾ 2008 പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ജസ്റ്റിസ് വി രാംകുമാർ 23 കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞ് ഉത്തരവിട്ടിരുന്നു. അവയെ കേസിലാണ്. വാദിയായി എനിക്ക് ഇത്രയും വർഷം പോരാട്ടം നടത്തി ഇതിലെല്ലാം ഇടപെടാൻ അവകാശമില്ല. ആ 23 കാര്യങ്ങളുടെ കഥ പറഞ്ഞവിടെ നിൽക്കുകയല്ല. ചുരുക്കി 1-2 കാര്യങ്ങളും പറയാം. എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത 6ാം ക്ലാസ് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ IAS പാസ്സായെന്നോ IPS പാസ്സായെന്നോ പറയും. എൻ്റെ കുടുംബ പശ്ചാത്തലം, രാഷ്ട്രീയ ബന്ധം, ജഡ്ജിമാരായിട്ട് ബന്ധമുണ്ടോ, ഉദ്യോഗസ്ഥന്മാരായിട്ട് ബന്ധമുണ്ടോ, പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ട് ബന്ധമുണ്ടോ, സിറ്റിംഗ് ജഡ്ജിമാരായിട്ട് ബന്ധമുണ്ടോ, അങ്ങനെ 23 കാര്യങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഇന്ന് വരെയും ഒരു കോടതിയും പറയാത്ത ഒരു കാര്യത്തിൽ. അപ്പോൾ എന്താ സംഭവം? 2008 ഓഗസ്റ്റ് 28 ഇദ്ദേഹം വിധി പറയുമ്പോൾ 2008 ജൂലൈ 7 സുപ്രീം കോടതി ജഡ്ജിയായിട്ട് ശ്രീ ജോസഫ് അവിടെ സത്യപ്രതിജ്ഞ ചെയ്തു. അതിനുശേഷം 1 മാസം കഴിഞ്ഞ ഈ വിധി ഞാൻ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ ആ വിധി, വാദിയെ പ്രതിയാക്കിക്കൊണ്ടുള്ള വിധി സുപ്രീം കോടതി പോയി അപ്പം തന്നെ സ്റ്റേ ചെയ്തു. പിന്നീട് റദ്ദ് ചെയ്ത് ദൂരെ കളഞ്ഞു, കൊട്ടയിലിട്ടു. അപ്പം അല്ലെങ്കിൽ എനിക്ക് പോരാട്ടം നടത്താൻ പറ്റുമോ? ഈ വിധി എനിക്ക് മാത്രമല്ല, വാദിയെ പ്രതിയാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള പ്രതികൾക്ക് വേണ്ടി ഓരോ കേസുകൾ വിധി ജഡ്ജ്മെൻറ്റ് സൈറ്റേഷൻ ആയാലും ഇന്ത്യയിലെല്ലാം അത് ഹൈക്കോടതി വിധികൾ ബാധകമാണ്, സുപ്രീം കോടതിയും ബാധകമാണ്. ആ വിധി റദ്ദ് ചെയ്തില്ലെങ്കിൽ നാളുകളിൽ ഇതുപോലുള്ള കൊലക്കേസുകളിലും മറ്റു കാര്യങ്ങളിൽ ഇടപെടുന്നവരെ ഇതുപോലെ ചോദ്യം ചെയ്യേണ്ട സ്ഥിതി വരും. അവർക്ക് ഇടപെടാൻ പറ്റാതെ വരും. റോഡിൽ വണ്ടി ഇടിച്ച് കിടക്കുന്നവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവൻ പ്രതിയാവും. ആ അവസ്ഥകളൊക്കെ ചോദ്യം ചെയ്ത് പോരാടിയ അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ജുഡീഷ്യറിയിൽ, നിയമരംഗത്തും എല്ലാം ഈ സ്ഥിതി ഇതാണ്. അപ്പം ഞാൻ പെൻഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. അവയെ കേസിലെ അപ്പീൽ ഹൈക്കോടതി നടന്നിട്ടും ശിക്ഷിച്ചതിൻ്റെ പേരിൽ പെൻഷൻ കൊടുക്കുന്നില്ല ഒരു സ്റ്റാൻഡ് ധനകാര്യ വകുപ്പ് കൃത്യമായി എടുത്തു, സംസ്ഥാന സർക്കാർ എടുത്തു. അപ്പോൾ അതിൽ നിന്നപ്പോൾ ഇന്ന് എനിക്കൊരു വിവരം വേറൊരാൾ വിളിച്ചു. അപ്പം ഞാൻ എൻ്റെ വിവരങ്ങൾ പറയാൻ വേണ്ടി തുടങ്ങാണ്ട് വ്യക്തതയിൽ പറഞ്ഞാൽ ആളുകൾക്ക് പല കിട്ടും. ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചു, ഇന്ന പോസ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞു, അതുകൊണ്ട് അത് പറയുന്നില്ല. അത് രേഖകൾ കിട്ടിയിട്ട് ഇപ്പോൾ ഉടനെ തന്നെ കിട്ടും. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മാധ്യമങ്ങളൊക്കെ ഇടപെടാൻ ധൈര്യമില്ലാത്ത കാര്യങ്ങൾ തെളിവോടുകൂടി ഇടുന്നുണ്ട്. എൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ പ്രസംഗത്തിൽ മുഴുവൻ കാര്യങ്ങൾ പറയാൻ പറ്റിയില്ല, അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി, ഇതിലെല്ലാം ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ഒരു സംസ്ഥാനത്ത് ഏറ്റവും വലിയൊരു പോസ്റ്റിൽ ഒരു ഉദ്യോഗസ്ഥൻ ഇരുന്ന ആളെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു കോടതി, വിചാരണ കോടതി, കൃത്യം പറഞ്ഞാൽ CBI കോടതി. ആ ശിക്ഷിച്ച ഒരു കൊലക്കേസിലാണ് ശിക്ഷ ആൾ ഹൈക്കോടതിയിൽ ആ വിധി ശരിവെച്ചു. ശിക്ഷിച്ച ജീവപര്യന്തം ശിക്ഷ സുപ്രീം കോടതിയും ശരിവെച്ചു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ ശിക്ഷയെ അനുഭവിച്ചിട്ട് ഇറങ്ങി വന്ന മനുഷ്യൻ ഇന്നേ വരെ ഒരു ദിവസം പോലും അദ്ദേഹത്തിൻ്റെ പെൻഷൻ മുടങ്ങിയിട്ടില്ല, മേടിച്ചുകൊണ്ടിരിക്കുക. 2 പോലീസുകാരെ രാത്രിയും പകലുമായിട്ട് ഷിഫ്റ്റ് ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുകയാണ്. ഇവിടെ ആര് ചോദിക്കാനാണ്? ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമുക്കിവിടെ ഇങ്ങനെയൊക്കെയുള്ള ഉദ്യോഗസ്ഥന്മാർ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളിയായിട്ട് പോലും ശിക്ഷ അനുഭവിക്കണം. ഒരു കുഴപ്പമില്ല അവർക്കൊക്കെ. ഇവിടെ ചെറിയൊരു പരാതി കിട്ടിയാൽ മതി, പെൻഷൻ തടയും. ഇവിടെ റിട്ടയർ ചെയ്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പലരും ഉണ്ട്, അവർക്കറിയാം. ചെറിയൊരു പരാതി കിട്ടിയാൽ അവരെ പെൻഷൻ തടച്ചിലാണ്. എന്തുകൊണ്ട് തടഞ്ഞില്ല? ഒരു മാധ്യമത്തിലും ഇത് വന്നില്ല. ഇതിൻ്റെ രേഖ ഇപ്പം കിട്ടും. വിവരങ്ങളൊക്കെ അറിഞ്ഞെങ്കിൽ രേഖ നമ്മുടെ കയ്യിൽ വെച്ചാലേ അത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഞാൻ ഹിൻ്റ് കൊടുക്കുന്ന പരിപാടി എനിക്കില്ല, കൃത്യമായിട്ട് പറയുന്ന ആളാണ്. അപ്പോൾ അതാണ് സ്ഥിതി. അപ്പം ഒരു കാര്യത്തോടും പറഞ്ഞ് അവസാനിപ്പിക്കുക. സുപ്രീം കോടതി ഉത്തരവൊക്കെ നമ്മൾ ബഹുമാനപൂർവ്വം ആദരിച്ച് നടപ്പിലാക്കുന്ന കേരള സമൂഹവും സർക്കാരും ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുമൊക്കെ സുപ്രീം കോടതിക്ക് പുല്ല് വില കൽപ്പിക്കുന്ന ഒരു കഥയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. കേരള ഹൈക്കോടതി പുതുതായിട്ടിപ്പം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കേരള ഹൈക്കോടതി പഴയ ഹൈക്കോടതിയിൽ നിന്നും
2006 ഫെബ്രുവരി 16 അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത്. അന്നത്തെ സുപ്രീം കോടതി ജഡ്ജസ് YK അഗർവാളാണ് നിർവഹിച്ചത്. അപ്പം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അവിടെ 1-ാം നമ്പർ കോടതി എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസിൻ്റെ, 2-ാം നമ്പർ കോടതി എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള സീനിയർ ജഡ്ജ്. അങ്ങനെ ഓരോ 1, 2, 3 ഇങ്ങനെ പോയി 12 കഴിഞ്ഞപ്പോൾ 13-ാം നമ്പറില്ല. ഒരു അന്ധവിശ്വാസം, എന്തിനാ വെറുതെ 13-ാം നമ്പറിലിരിക്കുന്നു. 13 കഴിഞ്ഞ് 13 ഇല്ല, 14 അങ്ങനെയൊക്കെ പോയി. ഇതിനെ ചോദ്യം ചെയ്ത് ഒരു ഹർജി കൊടുത്തു. ഒരാൾ താല്പര്യം ഹർജി, ആ ആളെ കൊന്നുകൊല വിളിച്ച് രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഹൈക്കോടതിയെ ഭീമമായ തുക കോസ്റ്റ് അടിച്ചുകൊണ്ട് തള്ളി. അപ്പം സുപ്രീം കോടതിയിൽ അയാൾ പരാതി കൊടുത്തു, ഹർജി കൊടുത്തു, അപ്പീൽ കൊടുത്തു. സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ട് കൊന്നുകൊല വിളിച്ചുകൊണ്ട് അന്ധവിശ്വാസം ഹൈക്കോടതി നടത്തിയാലും വെച്ചുറപ്പിക്കില്ല, അതുകൊണ്ട് 13-ാം നമ്പർ എത്രയും ബെറ്ററോടാം എന്ന് പറഞ്ഞൊരു ഓർഡർ അടിച്ച് കൈ കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്ത്, ഹൈക്കോടതി രജിസ്ട്രാർ ജനറലാണല്ലോ, അങ്ങനെയാണല്ലോ കക്ഷി ഇതിനകത്ത്. അദ്ദേഹം അടുത്ത ജഡ്ജിയാകുന്ന ആളാണ്. രജിസ്ട്രാർ ജനറൽമാരാണ്, പിന്നെ സീനിയർ ജില്ലാ ജഡ്ജിമാരാണ്, അവരാ കോട്ടയം വരുമ്പോൾ ജഡ്ജിയാവും. അപ്പം ഇവരെന്ത് ചെയ്തു, ഇപ്പം ഞാൻ ഇന്നും എൻ്റെ ഈ ബാഗിലുണ്ട്, ഞാൻ ലിസ്റ്റ് ഒന്നുകൂടെ എടുത്ത് 1B ഓരോന്ന് ചീഫ് ജസ്റ്റിസിൻ്റെ 1B ഓരോ നമ്പറിട്ട് 2B 4B ഇങ്ങനെ പറഞ്ഞ് 9BEC എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പോവുക. 8 വരെയുണ്ട്, 8 വരെയുണ്ട്, അത് കഴിഞ്ഞില്ല. അപ്പം 13 ഇട്ടാലല്ലേ കുഴപ്പമുള്ളൂ ഞങ്ങൾ. അപ്പം സുപ്രീം കോടതിയെ വരെ കളിപ്പിക്കുന്ന ഹൈക്കോടതിയെ ഇതുപോലുള്ള തോന്നിവാസങ്ങളൊക്കെ ആരറിയുന്നു, ആര് മനസ്സിലാക്കുന്നു? ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കറ്റായിട്ടുള്ള എൻ്റെ സുഹൃത്ത് അഡ്വക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്ന ആളാണ്, ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു. അതിൻ്റെ പേരോണം പറയാം, OV രാധാകൃഷ്ണൻ. IAS IPS കേസ് നടത്തുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഇങ്ങനത്തെ ഒരു കഥ, അപ്പോഴാണ് പുള്ളി പോലും ഓർക്കുന്നത്. അപ്പം ഇതെല്ലാവരും മറന്നുപോയി, ഇത് വാർത്തകളില്ല, ആരും അറിയുന്നില്ല. അപ്പം ഈ ഹൈക്കോടതിയിലൊക്കെ നീതി എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. ഇപ്പം മഞ്ജുഷയുടെ കേസ് ഞാൻ പറഞ്ഞില്ല, നവീൻ ബാബുവിൻ്റെ കേസ് വേറൊരു ബെഞ്ചിലായിരുന്നു, വെച്ചു കുര്യൻ്റെ ബെഞ്ചിലായിരുന്നു. കഴിഞ്ഞ് ഇങ്ങോട്ട് മാറി ഇന്നലെ വന്നപ്പം കൗസലയോടൊപ്പത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ മഞ്ജുഷയാണ് ഭർത്താവ് നവീൻ ബാബുവിനെ കൊന്നെന്ന് തോന്നിപ്പോകും. പെറ്റീഷനോടാണ് ഈ ചോദ്യം മുഴുവൻ. അന്വേഷണ ഉദ്യോഗസ്ഥരോടല്ലേ ചോദിക്കേണ്ടത്. അത് കേസ് ഡയറി ഇരിപ്പുണ്ട്, നോക്കട്ടെ, കിട്ടിയിട്ടുണ്ട്. ഈ കേസ് ഡയറിയിൽ എന്താ ഇരിക്കുന്നത്? എഴുതുന്ന മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥൻ കള്ളത്തരം എഴുതി വെക്കുന്നതല്ലേ കേസ് ഡയറി, അല്ലേ വേറെ ഉണ്ടോ? ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ ഇരിപ്പുണ്ട്, പോലീസിലുള്ള ആളാണ്, നമ്മുടെ സുഹൃത്താണ്. അദ്ദേഹത്തിനൊക്കെ അറിയാം, പുള്ളിയൊക്കെ പോലീസിൽ ഇരുന്നപ്പം കേസ് ഡയറി എങ്ങനെ എഴുതുന്നറിയാം. അപ്പം ആ നിലയിൽ കേസ് ഡയറി നോക്കട്ടെന്ന്. ഇവിടെ നിന്ന് പച്ചയായ ഈ കേസ് അട്ടിമറിക്കുവാൻ വേണ്ടി ഞാനതിൽ എൻ്റെ ഫേസ്ബുക്കിൽ ആദ്യം കൊടുത്തതാണ്. ഈ കേരള പോലീസ് അന്വേഷിച്ച സത്യം കണ്ടില്ല. അപ്പം ഞാനതിൽ പറഞ്ഞ ഒരു സെൻറ്റൻസ് അങ്ങ് അവസാനിപ്പിക്കാം. അതിൽ നിങ്ങൾക്ക് കാര്യം വരുന്നത്, സംസ്ഥാന സർക്കാർ പ്രതിക്കൂട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് ഭരിക്കുന്നവർ പ്രതിക്കൂട്ട് നിൽക്കുന്ന കേസ് ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ ആരന്വേഷിച്ചാലും സത്യം കണ്ടെത്തില്ല. മറിച്ച് CBI അന്വേഷിച്ചാൽ, CBI ഗവന്മാരായിട്ടല്ല ഞാൻ പറയുന്നത്, CBI കേന്ദ്ര സർക്കാർ പ്രതിക്കൂട്ട് നിൽക്കുന്ന സംസ്ഥാനത്ത് ഏതെങ്കിലും കേസുണ്ടെങ്കിൽ സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ സത്യം കണ്ടെത്തും. അപ്പോൾ സ്വാധീനത്തിന് വഴങ്ങുന്നു എന്നുള്ളത് വളരെ അല്ലേ. ഇപ്പം കൂട്ടിൽ അടച്ചാലും അടച്ചില്ലേലും കൂട്ടിൽ സംസ്ഥാന പോലീസാണേലും അന്വേഷണ ഉദ്യോഗസ്ഥരും കൂട്ടിലടച്ചതാണ്, കേന്ദ്രമാണേലും അവർക്ക് കേന്ദ്ര സർക്കാരിന് ഭരിക്കുന്നവർ. CBI ആണെങ്കിൽ പ്രധാനമന്ത്രിക്ക് താല്പര്യമുള്ള, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഓഫീസിന് താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് താല്പര്യമുള്ളൂ, അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. ഇന്ന് വരെ ഏതെങ്കിലും ഒരു CBI ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിച്ച് അറസ്റ്റ് ചെയ്തിട്ട് ഉണ്ടോ? സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഉണ്ട്, അതൊക്കെ അവിടെ എത്ര തന്നെ. അപ്പോൾ ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ എങ്ങനെ നീതി കിട്ടും? അപ്പോൾ ഇങ്ങനൊരു രാജ്യത്താണ് ഇത്രയും നാളിങ്ങനെ പോരാടിയത്. ആ പോരാട്ടം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും എൻ്റെ പുസ്തകത്തിലെല്ലാം പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ജഡ്ജിമാരുടെ കാര്യങ്ങളല്ല. പക്ഷേ ജഡ്ജിമാരെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് ആർക്കും വിരോധമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു 4-5 ഹൈക്കോടതി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസുമാർ എന്നെ വിളിച്ചിരുന്നു. സുപ്രീം കോടതി ഈ പുസ്തകം വായിച്ചിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ചീഫ് ജസ്റ്റിസും ഒരു അവിടെ ചടങ്ങിൽ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ജോമൻ്റെ പുസ്തകം വായിച്ച് നന്നായിരിക്കുന്നു. അപ്പം ഇവർക്കാർക്കും സത്യങ്ങ് പറഞ്ഞതിൻ്റെ പേരിലൊന്നും ഭയപ്പാടൊന്നുമില്ല. കോടതിയിൽ ഞാൻ നേരിട്ടാണ് ഇപ്പം പല കേസുകളും വാദിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവും, ആർക്കും ഒരു വിരോധവും ഇല്ല, ഉള്ളത് പച്ചയ്ക്കങ്ങ് പറയണം.
അതിന് പേര് ഇവരങ്ങ് പേടിച്ചു നമ്മൾ ചെയ്യുന്ന ഒന്നുമില്ല. പറയുന്നത് സത്യമായിരിക്കണം. അതുകൊണ്ട് ഒരു പേടിയില്ല. നമ്മൾ ഇന്ദ്രനും ചന്ദ്രനെയും ഭയപ്പെടാതെ കൃത്യമായി പറയണം. പക്ഷേ എല്ലാവർക്കും പലതും താല്പര്യങ്ങളില്ലേ? നമ്മളെന്തിനാണ് ലാഭമില്ലാത്ത കാര്യത്തിന് വേണ്ടി വെറുതെ ആളുകളെ വിരോധം കിട്ടണം? അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ പറയുന്ന സൂര്യ ഫെസ്റ്റിവൽ ലാഭത്തിന് വേണ്ടിയിട്ടാണ് കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഇത്രയും വർഷം കലയെ സ്നേഹിക്കുന്നു, കലയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചുകൊണ്ട് ഇത്രയും നടത്തിക്കൊണ്ട് പോകുന്ന 47 വർഷമായിട്ട്. അപ്പം ബിസിനസ് മറ്റ് താല്പര്യങ്ങളാണെങ്കിൽ ഇത് നടത്താൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ ഇതൊന്നും കേസ് നടത്താനൊന്നും ഇപ്പോൾ ആളില്ല, നടത്തിയിട്ട് കാര്യമില്ല, നമുക്കെന്ത് മെച്ചം എന്ന് ചിന്തിക്കുന്നതാണ്. അപ്പോൾ ഒന്നും നേടാനില്ലെങ്കിൽ ഒന്നും നഷ്ടപ്പെടാനില്ലെന്ന് ചിന്തിച്ചാലേ പലതും ചെയ്യാൻ പറ്റും. ഇവിടെ പലതും നേടാനുണ്ടെന്നും പലതും നഷ്ടപ്പെടാനുണ്ടെന്നും ചുമ്മാ അങ്ങ് ചിന്തിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ നട്ടല് തുറന്നെന്ന് പറയുവാൻ കഴിയാത്തത്. അതുകൊണ്ട് എന്നെ ഒരുപാട് കള്ളക്കേസിലൊക്കെ കൊടുക്കാൻ ഇപ്പോഴും നോക്കിയിട്ടുണ്ട്. വന്ന വണ്ടി തന്നെ അവർ തിരിച്ചു പോയിട്ടുണ്ട്, ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് അതൊന്നും ഭയപ്പെട്ട് ഈ പണി നിർത്തി പോകുന്ന ആളല്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.